മോളിൽ തൊടുത്തും ചാടിച്ചാൻ പോകുന്നു. ഓടി വാടാ. എല്ലാരും വരും, എല്ലാരും വരും. വേഗം വരും. എന്തിനാ അയാൾ ചാടുന്നത്? അടി കാണുമോ? ഒന്ന് കണ്ടോട്ടെ. ആരാ കക്ഷി? ഞാൻ ചാടും. ചാടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത, അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈരികളായ ഹംക്കളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല. ഞാൻ ചാടും. കുറെ നേരം ആയല്ലോ ആശാൻ, ഇത് എപ്പോഴാ? അതെന്താ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തിരക്കൂട്ടല്ലേ, ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറെടുത്തില്ല. അങ്ങോട്ട് മാറിയില്ലേ? മിസ്റ്റർ കാഞ്ഞിരക്കുറ്റി, നിങ്ങൾ ദയവേ താഴെ ഇറങ്ങണം. മനസ്സില്ല. കുറെ കാലമായിട്ട് എല്ലാരും കൂടി താഴെ ഇറക്കല്ലേ കാതറിനെ. സാഹിത്യ ലോകത്ത് കാതർ ഉയരങ്ങളിൽ എത്തുമോ എന്ന് ഭയന്നിട്ട് ക്ലിക്കുകളും ലോറികളും അല്ല കാതറിന്റെ നേരെ. നിങ്ങൾ മര്യാദയ്ക്ക് താഴെ ഇറങ്ങുന്നതാണ് നല്ലത്. പോലീസിന് എന്താണ് ആത്മഹത്യ ചെയ്യുന്നോട്ട് കാര്യം? ഒന്ന് പോ സാറേ. നോ സ്റ്റോപ്പ്. പ്രകാശ്, ചാക്കോച്ചൻ, താൻ എവിടെയാ നോക്കണേ? അവിടെ എന്താ സാർ പ്രോബ്ലം? ദൈവത്തെ താഴെ ചാടാൻ തുടങ്ങാണെന്ന് ഞങ്ങളെ കൊണ്ട് കയറ്റുന്നില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫയർ സർവീസ്. ചാടാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ക്യാമറ എടുക്കട്ടെ. എന്റെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന നിങ്ങളും സമയത്തിന് തന്നെ വന്നത് വളരെ നന്നായി. സാറേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ല കേട്ടോ. സാറേ, മണ്ടത്തിന് കാണിക്കാതെ താഴെ ഇറങ്ങ്. ഇല്ല, എന്റെ ഉള്ളിലെ നീറുന്ന പ്രശ്നങ്ങൾ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പുണ്ടോ? ആ, ഉറപ്പാണ്. ഇല്ല, പോലീസുകാർ എനിക്ക് വിശ്വാസമില്ല. എന്നാ താൻ ചാടോ? അങ്ങനെ ചാടിക്കാൻ നോക്കണ്ട. ഞാൻ തോന്നിയതുപോലെ ചെയ്യും. ചാടിയില്ലേ തന്നെ ഞാൻ വെടിവെച്ച് താഴെ ഇടും. ഇന്ന് വെടിവെച്ചിട്ട് സാർ കൊച്ചോ, പറയുന്നത് ഇതുകൊണ്ട് അടുപ്പിക്കണ്ട. ഞാൻ കയറൂലേ ബക്കറ്റിന്റെ അകത്ത്. നിങ്ങൾക്ക് ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്നൂടെ? എത്ര ഉപകാരം ഉണ്ടായി. ഞാൻ കയറൂല. ഞാൻ ചാടൂ. ഇല്ല, ഞാൻ കയറൂല. ഞാൻ ഇതിനകത്ത് കയറൂല. ഞാൻ ചാടൂ. കേട്ട കാര്യ പേടിയാറുണ്ട്. പൊട്ടി വീഴുന്നില്ലല്ലോ. നോക്കി തലയിട്ടിരുന്ന് ഞങ്ങളെ വിശ്വസിച്ച് കയറിയതാട്ടോ. അപ്പോ പറഞ്ഞോലെ മെല്ലെ മെല്ലെ കുലുക്കിക്കൊണ്ടല്ലേ ബാറ്ററിന്റെ മുകളിൽ ഇറങ്ങിയ ചിലപ്പോ നല്ല സുഖം. ഇങ്ങനെ മുകളിലൊക്കെ പോയിട്ട് വരിക. ഞാൻ ഇറങ്ങൂല. ഞാൻ ഇറങ്ങൂല. ഒരു സാഹിത്യകാരന് ഒരു വളർച്ചയില്ലാത്ത സ്ഥലമാണ് ഇവിടെ. ഞാൻ ഇറങ്ങിക്കോളാം. ഞാൻ ഡയറക്ടർ ഒന്ന് കണ്ടേ. ചാക്കോച്ചൻ എന്താ പരിപാടി? അയ്യോ, ആ പിശാചിനെ കാണാൻ പോവാ. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫ്ലാറ്റിലോട്ട് പോകും. വൈകിട്ട് അവിടെ കാണാം. അല്ല, നമ്മുടെ കാതറിന്റെ കാര്യം എങ്ങനെയാ? പുറത്തിറക്കണ്ടേ? ആദ്യം പോലീസുകാർ കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയി കൊണ്ടുവരാം. അതല്ല ഇപ്പൊ തന്നെ വേണമെന്നുണ്ടാ? വേണ്ട വേണ്ട. യെസ് മാഡം.
മിസ്റ്റർ പ്രകാശ്, ഐ എം ടോക്കിംഗ് അബൌട്ട് യുവർ സ്റ്റഡീസ് പ്രോഗ്രാം. ഗവൺമെന്റിന്റെ ഓർഫൻ വെൽഫെയർ സ്കീമിനെ നിങ്ങൾ വിമർശിച്ചിരിക്കുകയാണ്. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ടെലികാസ്റ്റിന് മുമ്പ് ഒരു പ്രിവ്യൂ എന്നെ കാണിക്കണമെന്ന്? സോറി മാഡം, അതിന് ടൈം കിട്ടിയിരുന്നില്ലോ. ഈ ടെലികാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണല്ലോ അസൈൻമെന്റ് തരിക. സോ ഗുഡ് മോർണിംഗ് മാഡം. എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഇരിക്കൂ. മിസ്റ്റർ മൂർത്തി, നിങ്ങൾ എത്ര വർഷമായി സർവീസിൽ വന്നിട്ട്? 9 വർഷം. ഇനിയെങ്കിലും സ്വല്പം റെസ്പോൺസിബിലിറ്റി. പോട്ടെ, ഇത്തിരി കോമൺ സെൻസ് അതുപോലും ഇല്ലാന്ന് പറഞ്ഞാൽ? കാറ്ററിയില്ല കടലറിയില്ല എന്ന സീരിയലിന്റെ എത്രാമത്തെ എപ്പിസോഡാണ് ഇന്നലെ ടെലികാസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്? 7th എപ്പിസോഡ് മാഡം. എന്നിട്ട് നിങ്ങൾ ചെയ്തതെന്താ? 4th എപ്പിസോഡ് വീണ്ടും ടെലികാസ്റ്റ് ചെയ്തു. എന്താ ഇതിന്റെ അർത്ഥം? രാവിലെ ഫോൺ കോൾസിന്റെ ബഹളമാണ്. എല്ലാവർക്കും സ്റ്റേഷൻ ഡയറക്ടറോടാണ് ചോദിക്കാനുള്ളത്. ഈ ആഴ്ച വരുന്ന മാഗസിനിൽ കാണും ബാക്കി. എല്ലാവർക്കും ഉണ്ടല്ലോ TV പേജ്. ആ സീരിയലിന്റെ എല്ലാ എപ്പിസോഡും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു പറയുന്നത്. നോ മിസ്റ്റർ പ്രകാശ്, ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. വാട്ട് മൂർത്തി, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ, അതെ, യെസ് സർ. ഇയാൾ എന്തായി കാണിക്കണേ? ഇതൊന്ന് തുറക്കാന്. അത് തുറക്കാനാണ് എങ്ങടാ? പിന്നെ ഈ കോപ്പ് എന്തിനാ? അതല്ല. ഇയാൾ എന്താ കൊരങ്ങച്ചനാ? ആ കുടി. അതും കൂടി ഇങ്ങോട്ട് എടുത്തു. അല്ല, ഈ പോലീസുകാരുടെ ഇന്ന് തനിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഏയ്, ഈ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും പോലീസുകാർക്ക് മമത കുറച്ച് കൂടുന്നുള്ള അറിയില്ലേ? ആഹാ. കാരണം അവരുടെ ഇടയിൽ ഉത്തരക്കാർ കൂടുതലില്ലേ? ഉവ്വ് ഇടിയൻ വേലായുധൻ, മിന്നൽ മാത്യു, ഇവരൊക്കെ പേര് കേട്ട കലാകാരന്മാരാണല്ലോ. ഒന്ന് പോടോ കാഞ്ഞിരൻകുറ്റി. ഇയാൾക്ക് 2 പെക്കി കൂടുതൽ കൊടുക്കരുത് കേട്ടോ, ആകെ ചെളിയേക്കും. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ? ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ശരി, പോട്ടെ. പ്രകാശ്, ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കണം. കാഞ്ഞിരൻകുറ്റി, തന്റെ കുഞ്ഞിക്കഴുത്ത് പിടിച്ച് തിരിച്ചാലുണ്ടല്ലോ പീന്നൊരു ശബ്ദം കേൾക്കും. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ. എന്നാ ഞാൻ ഒരു കവിത പാടട്ടെ. എങ്കിൽ തന്നെ ഞാൻ ഈ ടെറസിന്റെ മുകളിൽ താഴ്ത്തിക്കിടും. ആ, ഹലോ, ആ സുമിത്രയാ? ആ ഇതാ വരുന്നു. ചകുച, സുമിത്രയാ. അമ്മായിയപ്പൻ പുരുഷോത്തമുള്ള MP വന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നാളെ കാണാം. അപ്പോഴേ ഒരു 50 റുപ്പീസ് വന്നിട്ട് പോണം. തനിക്കിങ്ങനെ ഇറക്കാൻ നാണക്കെടുന്നില്ലടോ. നാണക്ക് നിങ്ങൾ ചോദിക്കോ? കൊടുക്കടാ. സാഹിത്യകാരന്മാർക്ക് ഇന്ന ആളോട് വാങ്ങരുതെന്നൊന്നുമില്ല. Good night. ഓക്കെ. എന്താ ചാക്കോച്ച, ഒരു പെക്കൂടെ ഒഴിച്ചാട്ടെ? അയ്യടാ, വേണമെങ്കിൽ ഒഴിച്ച് കുടിക്കടോ. അവരോട് അവിടെ നിൽക്കാൻ പറ. ഞാൻ 10 മണിക്ക് വരും. ആ എടോ വിശ്വംബര, പുരുഷോത്തമൻ പിള്ള രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് വർഷം കുറയായി. ഇന്നേ വരെ 5 ചക്രം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേര് ഞാൻ സമ്പാദിച്ചിട്ടില്ല. അത് പിന്നെ ഞങ്ങളോടൊക്കെ പറയണം. കുടുംബ പ്രശ്നങ്ങളും അവനവന്റെ അത്യാഗ്രഹങ്ങളുമാ പൊതുപ്രവർത്തകരെ അഴിമതിക്കാരാക്കുന്നത്. എനിക്കെന്താടോ, ആകെ ഉള്ളത് ഒരു മോനും മോളും. അവൻ ഇന്ന് ആർമി മേജറാ, അവള് ബാങ്ക് എംപ്ലോയിയും. കെട്ടിയിരിക്കുന്നത് എന്റെ പെങ്ങടെ മോനാ. കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്നവനാ അവൻ. ഞാൻ വരാമെന്നേ, അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ. ആ എന്താ മോളെ, പ്രകാശിനെ ഇതുവരെ കണ്ടില്ലല്ലോ? സാധാരണ ഇത്ര വൈകാറില്ല. ഡൽഹി കൊടുക്കേണ്ട പേപ്പേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, വാങ്ങിച്ചു വെക്കട്ടെ. എന്താന്ന് വെച്ചാ ഭദ്രന്റെ കൊടുത്തേക്ക്. ശരി. എന്നാ ഞങ്ങളൊക്കെ ഇറങ്ങിയേക്കാം. സാറ് ഇവിടെ കാണുമോ അതോ TV-യില്? ആ, ഞാൻ TV കാണും. എന്നാ ഞങ്ങൾ ഇറങ്ങാം. നാളെ രാവിലെ അവിടെ കാണാം. താനും അവരുടെ കൂടെ അങ്ങോട്ട് ചെല്ലേ. ആ ശരി. നീ എന്താ വൈകിയത്? റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. കുറെ നേരമായി വന്നിട്ട്. ആ, കഴിഞ്ഞ ആഴ്ച നിന്റെ അമ്മയും അച്ഛനെ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടാന്ന് വെച്ചത്? എനിക്ക് കുറച്ച് തിരക്കുള്ള സമയ, ലീവ് കിട്ടാനുള്ള പ്രയാസം കൊണ്ടാ. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഞാൻ ഒരാഴ്ച ഡൽഹി കാണും. അല്ല, നിങ്ങൾ ഫോണും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഫോൺ ബില്ല് സുമിത്ര അടയ്ക്കുന്നത്. ഞാൻ ഡൽഹിക്ക് വിളിച്ച അവളെ ഇവിടെ കിടന്ന് കരയും. അയ്യോ അച്ഛ, വെറുതെ പറയാ. നിന്റെ പിശുക്കിന്റെ കാര്യം പാട്ടായല്ലോ മോളെ. അച്ഛന് രാവിലെ പോയാ പോരെ? ഏയ് പറ്റില്ല, TV പലരും കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.
ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രകാശം കൂടി പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇന്നിവിടെ നിന്നേനെ. എന്തിനാ രാത്രി മുഴുവൻ എന്നെ പിടിച്ചിരുത്തി വധിക്കാനാ? പിന്നെ വെറുതെ ഓരോന്ന് പറയണ്ട. അച്ഛൻ അങ്ങനെ കത്തിയൊന്നുമല്ല. അയ്യോ, നിന്റെ അച്ഛൻ കത്തിയല്ല, വാള്. ഈ പഞ്ചാബികളൊക്കെ കൃപ കണ്ടിട്ടുണ്ടോ? അതാ സൈസ്. പക്ഷെ പുള്ളിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. ആർക്ക്? പുള്ളിക്ക് തന്നെ. തുടങ്ങി പുകയിടാൻ. ഓ എടി, നീ പറഞ്ഞു തുടങ്ങിയ പിന്നെ ഞാൻ നമ്പർ എത്ര കുറച്ചെന്നറിയോ? ഇത് പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തിയാലെന്താ? എന്നിട്ട് ആ കാശ് എനിക്കിതാ. ഒരു മാസം എത്ര ഉണ്ടാവും അറിയോ? എടി നീ ഇനി വന്നേ. നീ ഒരു കാര്യം ചെയ്. എന്താ? ഈ ബാങ്കിൽ ജോലി അങ്ങ് റിസൈൻ ചെയ്യും. എന്നിട്ട് ബ്ലേഡ് കമ്പനി തുടങ്ങ്. നിന്റെ അപ്പന്റെ പേരെന്താ? പുരുഷോത്തമൻ പിള്ള. അയാളെ പിടിച്ച് മാനേജർ എടുത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. അയ്യോ, ഇന്നായിരുന്നില്ലേ ഞാൻ ചെയ്ത ചിൽഡ്രൻസ് പ്രോഗ്രാം? നീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ? അയ്യോ, ഞാൻ കണ്ടേയില്ല. അച്ഛൻ വന്ന് തിരക്കിലങ്ങ് മറന്നു. സെൻസ് ഇല്ലാത്ത കഴുത. എഴുന്നേക്കാൻ പാവല്ലേ? ഓഫീസില്ലേ ഇന്ന്? ഇന്ന് ഇത്തിരി നേരത്തെ വരുമോ? വന്നാ മാർക്കറ്റിലൊന്ന് പോവായിരുന്നു. ഇരട്ടി വിലയ്ക്ക് ആ കിളവി പച്ചക്കറി കൊണ്ടുവരുന്നത്. നേരിട്ട് പോയാൽ വിലയും കുറയും, നല്ല സാധനവും വാങ്ങാം. ആ പിന്നെ ആ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്ന കടയിലൊന്ന് കയറി പറയണം ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് അയക്കാൻ. അത് എത്ര ദിവസമായി കിടക്കുന്നു? ഓ, 100 കൂട്ടം കാര്യങ്ങളാ. ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ചായ തലപൊക്കി നോക്ക്. ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് താഴത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ വരുമോ? നീ ഇപ്പൊ ഇവിടുന്ന് സ്ഥലം ഒഴിവാക്കാൻ എന്ത് വേണം? കളിക്കുക. വാ, വന്ന് ഫ്രണ്ട് ഡോർ അടയ്ക്ക്. ഞാൻ ഇറങ്ങാ. ഇത് താഴെ 4ാമത്തെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ മതി. താങ്ക്സ്. മാനേജർ സാർ വിളിക്കുന്നു. സുമിത്രേ, കൺഗ്രാറ്റ്സ്. എന്തിന്? തനിക്കല്ല, പ്രകാശിന്. ഇന്നലെ ടിവിയിൽ വന്ന പ്രോഗ്രാം ഗംഭീരായിരുന്നു. എന്റെ ഹസിന്റെ പേരുള്ള അഭിനന്ദനങ്ങൾ. മേ ഐ കം ഇൻ? ചാക്കോച്ച, നിങ്ങളല്ലേ പറഞ്ഞ ഇപ്പൊ TV സീരിയലിന് നല്ല സ്കോപ്പ് ഉണ്ടെന്ന്? ഒരെണ്ണം കൊണ്ടുവന്നാൽ തട്ടിക്കളയാമെന്നും ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണ് തീരെ നേരമില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഒന്ന് വായിച്ചാക്കോച്ച, ഞാൻ പിന്നെ വരാം. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോരുത്. സീൻ നമ്പർ 1 പകൽ. ദൃശ്യം തുടങ്ങുന്നത് വിശാലമായ. ഇവിടെ വായിക്കണ്ട, ചുരുക്കി പറഞ്ഞാ മതി. മതിയല്ലേ? ഞാനും അത് ആലോചിച്ചു. പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഊണിലും ഉറക്കത്തിലും ചാക്കോച്ച എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി, ഒരു മധുരിക്കുന്ന വ്രണമായി ഈ കഥ കുടിയിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറയായി. ഉദ്ദേശം എത്ര കാലമായിട്ടുണ്ടാവും? വർഷങ്ങളോളമായി. കടൽ, ആഴി, അലയാഴി, കടലമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു വറ്റം മുക്കുവരുടെ കഥയാണ് ഞാൻ ഇവിടെ ആവിർഭാവനം ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളിയാണ് അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞിന്റെ 17 വയസ്സ് പ്രായമായ സുന്ദരിയായ ഒരേ ഒരു മകളാണ് എൽസമ്മ. ഈ എൽസമ്മയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അഷ്റഫ്. ഈ അഷ്റഫിൽ നിന്ന് അച്ചൻകുഞ്ഞ് പണമായും വള്ളമായും വലയായും ധാരാളം സഹായങ്ങൾ നേടിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വള്ളം നിറയെ മത്സ്യം, കൈ നിറയെ കാശ്, ഇതെല്ലാം വന്നപ്പോൾ അച്ചൻകുഞ്ഞാളാകെ മാറി. ആ ചാകരകാലത്ത് അടുത്ത കരയിൽ നിന്ന് വള്ളം തുഴഞ്ഞുകൊണ്ട് കരുത്തനും മുരടനുമായ ഒരു യുവാവ് ഈ കരയിൽ വന്നെത്തി. പളനി കുര്യച്ചൻ. അല്ല, പളനി അല്ല, കുര്യച്ചൻ. പളനി എന്ന് പറഞ്ഞാ കുര്യച്ചൻ ഞാനല്ല കഥാകൃത്ത്. കഥ ഇത് വൽക്കമല്ല വർത്താനം പറയാ. അങ്ങനെ കുര്യച്ചൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അച്ചൻകുഞ്ഞ് മോളെ തന്നെ കെട്ടിച്ചു കൊടുത്തത്. മനസ്സിലായ പ്രകാശന്? ആ ഒരൊറ്റ കാരണത്താൽ ഹൃദയം തകർന്ന് തരിപ്പണമായി ഒരു നിരാശാ കാമുകനായിക്കൊണ്ട് ഈ അഷ്റഫ് കറുത്തമ്മയല്ല എൽസമ്മ. താങ്ക് യു, എൽസമ്മ എന്ന് വിളിച്ചുകൊണ്ട് കടാപ്പുറത്ത് പാട്ടും പാടി ഉലാത്തുകയായിരുന്നു. അങ്ങനെ ഇഷ്ടായോ? ഇത് നിങ്ങൾ എഴുതിയതാ? പിന്നെ നിങ്ങൾ എഴുതിയാ? ഏടോ മനുഷ്യ സ്വന്തമായിട്ട് വല്ലോണ്ട് എഴുതിയാ പറ. ഇത് തകഴിയുടെ ചെമ്മീനില്ലേ? പരീക്കുട്ടൻ കറുത്തമ്മയുടെ പേര് മാറ്റിയാൽ ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ? ആര്? തകഴി അദ്ദേഹത്തിനല്ലേ ചെമ്മീൻ?
ഓഹോ, അപ്പൊ ഇതിവിടെ ഏൽക്കൂല. ഇതിന്റെ മൂന്നാമത്തെ അനുഭവമാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലല്ലേ? എന്ത് എഴുതി കൊണ്ടുവന്നാലും അത് തകഴിന്റത്, എംടിന്റത്, ബഷീറിന്റത്. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. ഇത് ഞാൻ അടൂർ ഗോപാലകൃഷ്ണനെ കൊണ്ടോ അരവിന്ദനെ കൊണ്ടോ സിനിമ ആക്കി എടുപ്പിച്ചിട്ടില്ല. എന്നെ എന്താ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? എന്താ കാര്യം? ഞാൻ കൂടെ അറിയട്ടെ. നമ്മുടെ കാര്യം തന്നെ. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായില്ലേ കൂട്ടാ. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ തനിച്ച് തന്നെ. പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം. അതല്ലടി മോളെ, ഒരു കുഞ്ഞു മോനോ മോളോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഫ്രണ്ട്സിന്റെ എല്ലാം ചോദ്യത്തിന്റെ അർത്ഥം തന്നെ മാറി തുടങ്ങി. പറയുന്നവർക്കെന്താ? അതല്ലെന്നേ, ഒരു കുഞ്ഞുണ്ടായ അതിന്റെ സുഖമൊന്ന് വേറെ തന്നെ. എന്താ ഈ പ്രകാശിന്? എനിക്കും ആഗ്രഹമില്ലെന്നാ കരുതിയിരിക്കുന്നത്. പ്രഗ്നന്റ് ആയ എന്തൊക്കെ പ്രോബ്ലംസാ. പ്രകാശിന് പറഞ്ഞാ മതി, കഷ്ടപ്പാട് മുഴുവൻ ഞാൻ സഹിക്കണ്ടേ? വേണ്ട, നല്ലൊരു മോളത്താ. ലീവ് കൊടുത്ത് അവളെയും കൊഞ്ചിച്ച് ഞാൻ വിട്ടിരുന്നോളാം. പിന്നെ ഇതൊക്കെ ഇപ്പോഴുള്ള പറച്ചിലല്ലേ? വെയിറ്റ്, 1 വർഷം കൂടെ, അപ്പോഴേക്ക് എന്റെ പ്രൊമോഷൻ എല്ലാം റെഡിയായി നമ്മളൊന്ന് സെറ്റിൽഡ് ആവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിനക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി, മാനേജറായി, ഡയറക്ടറായി, പെൻഷനായി, മൂത്ത് നരച്ച് 60-ആം കാലത്താ വരണം. ഓടി വരുന്നു. ഹലോ ഹലോ, ആ അതെ, ബാലേട്ടനാ? ഞാൻ സുമിയ. എവിടുന്നാ? ഉണ്ട്, സുഖമാണ്. ആ കൊടുക്കാം. ബാലേട്ടൻ നൈനിറ്റാളിന്നാ. ഹലോ അളിയ, ഞാനാ. എന്തൊക്കെയാ? നൈനിറ്റാളിന്നോ? അതെ, നിന്റെ പെങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. അടി കൊടുക്കാനോ? അതൊക്കെ ആവശ്യം ഞാൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ റെഡിയാ. ആ അതെ. ഹലോ ഹലോ, കട്ടായി. അങ്ങോട്ട് വരുന്നോന്ന് പോയാലോ? പറയാൻ എന്ത് ഈസിയാ, ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ രണ്ടിനും. എത്ര കാലമായി സുമി നമ്മളൊരു യാത്ര പോയിട്ട്. നൈനിറ്റാൾ പോട്ടെ, അറ്റ്ലീസ്റ്റ് ഊട്ടിക്കെങ്കിലും വിട്ടാലോ? ഈ പ്രകാശൻ എന്താ വെറുതെ കാശ് ചെലവാക്കാൻ? ഞാൻ സീരിയസ് ആയിട്ട് പറയാ. 2 ഹോളിഡേ, 2 ദിവസം ലീവ്. നാളെ തിരിക്കാം. നഷ്ടപ്പെട്ട ഹണിമൂൺ ദിവസങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു സുന്ദരൻ ട്രിപ്പ്. എന്തു പറയുന്നു? ഐഡിയ എങ്ങനെ? സീരിയസ് ആയിട്ട് പറയാ? പിന്നല്ലാതെ. ഈ ചെലവാക്കുന്ന കാശുണ്ടെങ്കിൽ ഒറ്റ ഞെക്കിയൊക്കെ കൊല്ലും ഞാൻ. കാശ് കാശ് കാശ്. ഇനി അങ്ങോട്ട് ഒന്നും പറയണ്ട. നാളെ ഈവനിങ് നമ്മൾ തിരിക്കുന്നു. മനസ്സിലായോ? ഉം, ഉം. ഏ ഉം. ആ